അന്യനാട്ടിലുള്ളവരും എല്ലാവരും ആവണം. ഒറ്റാന്തടിക്കാരനായാൽ ബന്ധുക്കളുടെ വരവും പോക്കും കൂടാതെ കഴിക്കാം. ഞാൻ ഓരോ വഴിക്ക് പോകുമ്പോഴും ഇതെന്റെ മനസ്സിലുണ്ട്. എന്തോ വിധിച്ചതുപോലെ നടക്കും. അവക്ക് 10-24 വയസ്സല്ലേ ആയുള്ളൂ. ഇരുന്ന് നരച്ചു നരയിച്ചാൽ ദൈവശാപം കിട്ടും. അങ്ങനെയൊന്നും എന്റെ വയറ്റിൽ ഊറിയപ്പോ തുടങ്ങി. എത്ര കാലായി നിങ്ങളിങ്ങനെ ശപിക്കാൻ തുടങ്ങിയിട്ട്? എന്താ അതുകൊണ്ടൊരു കാര്യം? കര കയറാനുള്ള വല്ല വഴിയുണ്ടോന്നാ ഞാൻ ആലോചിക്കണം. 100 പണി വിട്ടെറിഞ്ഞ് ഞാൻ ചുറ്റിത്തിരിയണത് അതിനാ. അല്ല, 3 നേരെ കുറിച്ച് ശപിച്ചിരുന്ന സമാധാനമാവുമെങ്കിൽ നിങ്ങളായി, നിങ്ങളുടെ പാടായി. എന്റെ വേദന ആരോട് പറയാൻ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്റെ ഭഗവാൻ. എന്നാൽ അറിയണവര് പറയണത് കേൾക്കുക, ശാപം ചുരുക്കുക. അരിത്തിരി കത്തിച്ചു വെച്ച ശോഭയുള്ള പെൺകിടാവും താഴത്തേലെ വിഷക്കണിക്ക് കൊന്നപ്പൂ വേണ്ട, അവളൊന്ന് ചിരിച്ചാ മതി എന്ന് മരിച്ചുപോയ നൊസം പിഷാരടി മാഷ് പറഞ്ഞത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കും. എന്റെ മടി കിടന്ന് വളർന്ന കുട്ടിയാവള്. ഇവിടുത്തെ ചോറും കുറെ ഞാൻ ഉണ്ടിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. കല്ലായ അഹല്യയ്ക്ക് പോലും മോക്ഷം കൊടുത്തു ഭഗവാൻ. ആ, അതിനൊക്കെ ഒരു യോഗമുണ്ട്. വലിയൊരു കാര്യം പറയണത് കേൾക്കുക. കുരുത്തം കെട്ടത്. അവൻ കളിക്കല്ലേ, ചെറിയ കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. പക്ഷെ എന്തായി കാണിക്കുന്നത്? കൊച്ചു പിള്ളേരായിട്ട് ഇങ്ങനെ തല്ലേ. മോൻ വാ വാ മോന് കുഞ്ഞനായർ വെളിച്ചത്ത് ചോറ് തന്ന് ഇരുട്ടത്ത് കിടത്തി ഉറക്കാൻ കേട്ടാ. ആ കരയരുത്. നമുക്ക് ജാലവിദ്യ പഠിക്കണ്ടേ? വിരല് മുറിഞ്ഞു പോണ ജാലവിദ്യ. ഒരു കുപ്പായി ഇട്ടോളൂ. നമുക്ക് ഒരിടം വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങണം, തല നീർത്തി നടക്കണം, കാറ്റും വെളിച്ചം കൊള്ളണം. 2 ആളും. അർത്ഥം വെച്ച് പറയണ കേമത്തി പെണ്ണുങ്ങളോട് ഒറ്റ വാചകം പറഞ്ഞാൽ മതി. ഒറ്റ വാചകം. നിങ്ങളുടെ വീട്ടിൽ മാറ്റലക്കാൻ വരുന്ന വണ്ണാത്ത് തന്നെയാണ് ഇവിടെ വരാറുണ്ട്. അത്ര മാത്രം. ബാപ്പു മോന് ചായ കുടിക്കണോ? വേണ്ട. കോയസിന്റെ വീട്ടിലെ കോലുമിഠായി വേണോ? അയ്യേ, എനിക്ക് അറപ്പാ. അവന്റെ കയ്യിൽ അപ്പടി കളിയുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മിടുക്കൻ. മറ്റു കുട്ടികളൊന്നും അത് കാണില്ല മോനെ. എന്നാ കുഞ്ഞബ്ദുവിന്റെ വീടിയെന്ന് മോനെ ബലൂൺ മേടിച്ചാല പല നിറത്തിലുള്ളത് കേട്ടോ. ഏത് രായത്താ കുഞ്ഞെന്നായാലും കോലത്തിയൊന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഏതാ കുട്ടി? മകളുടെ മകനെ? അല്ല, താഴ്ത്തല്ലേ. ഓ, കുമാരൻ പോയപ്പോ കുഞ്ഞനായർ അവിടുത്തെ കാര്യസ്ഥന അല്ലേ? എന്ത് കാര്യസ്ഥത? അടയ്ക്കാൻ തേങ്ങയും കരാറാ. കൃഷി പാതിക്ക് പാതിയാ. പിന്നെ എന്തിനാ കാര്യസ്ഥൻ? കാര്യസ്ഥത കൊണ്ട് വേറെ വല്ല ഗുണം ഉണ്ടാവുമല്ലോ അല്ലേ ചന്ദ്ര? വേറെ വല്ല കൃഷി തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളോടൊന്ന് വേണം. ഇപ്പോഴും മണ്ണ് നന്നെന്ന കേൾവി. ഓഹോ, അത് ശരി. ആദ്യം അത് മനസ്സിലായില്ല കേട്ടോ. അടുക്കള വാതിലിന് രാത്രി താഴെടാത്ത 1 പിടി സ്ഥലങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ഒക്കെ തമ്പരാക്കന്മാര് കയറി ഇറങ്ങേണ്ട വലിയ വലിയ സ്ഥലങ്ങളാ. അവിടെ ഒക്കെ ഇപ്പൊ കയറി ഇറങ്ങണത് മണിപ്പൈസി കാശുള്ള ദുബായിക്കാരാ. തിരുപ്പാടിനൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാറുണ്ടോ? വേണമെങ്കിൽ ആ സ്ഥലങ്ങളും പറഞ്ഞുതരാം, അങ്ങോട്ട് പോകാനുള്ള ഊടുവഴികളും കാണിച്ചു തരാം. ഞാനൊരു തമാശ പറഞ്ഞുള്ളൂ, താൻ അത് കാര്യാക്കണ്ട. ഞാനും ഒരു തമാശ പറയട്ടെ എന്നെ. നമ്മുടെ അച്ഛമാഷ മാനില്ലേ, ആ ചാടിപ്പോയ ചെക്കൻ കഴിഞ്ഞ കൊല്ലം വന്ന് ഡോക്ടറുടെ ബോർഡും വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പുതിയ വീട് വെക്കണു. അവന്റെ പഠിക്കക്കൂടെ പോകുമ്പോ ഒറ്റ രോഗികൾ നിൽക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. തിരക്ക് കണ്ടിട്ടുണ്ടോ അവിടെ? കുറവാ. ആ, ഇംഗ്ലീഷ് ചികിത്സയല്ല, നാട്ടു ചികിത്സയല്ല. അവന്റെ ചികിത്സ എന്ന് പറയുന്നത് വേറെ വീട്ടു ചികിത്സയാ. 10-30 വലിയ വീട്ടിലെ വടക്കേക്കെട്ടിലെ ചികിത്സ മതിയല്ലോ ലക്ഷപ്രഭു ആവാൻ. നമ്മുടെ പഴയ പാട്ടിത്തള്ളയുടെ കഷ്ടകാലം എന്ന് പറയാ, അല്ലാതെ എന്ത് പറയാനാ? വാ മോനെ. കേട്ടോ തിരുപ്പാടെ, കൊല്ലണവരെക്കാൾ എനിക്ക് ബഹുമാനം വളർത്തുന്നവരോടാ. വാ. എന്തൊക്കെ കുഞ്ഞനായർ അവരോട് പറഞ്ഞേ? ആ, അതൊരു ജാലവിദ്യ, വാക്കുകൾ കൊണ്ടുള്ളൊരു ചെപ്പിടി വിദ്യ. അത് പറഞ്ഞുതരാം. നോക്കൂ, അപ്പോൾ
വാങ്ങിത്തന്നതാ. ആ, പൊട്ടിക്കരുത്, പോയി കളിച്ചോ. നാം ആരാ അവിടെ എഴുതാത്തത്? എഴുതൂ. ശബ്ദം ഉണ്ടാക്കാണ്ട് എഴുതൂ. രാജൻ എഴുതിയില്ലേ? കുട്ടി എന്താ എഴുതാത്തത്? എഴുതൂ. ചായ. ഇന്ന് പലഹാരല്ലോ, കഞ്ഞില്ല. ആ, നീ എന്ന് പലഹാരം ചോദിക്കാറില്ലേ? വയറ് നിറച്ച് കഴിച്ചോ. കഴിക്കൂ പോ. ഇത് നീ എടുത്തോ. ഇത് നിനക്കല്ല, താമിക്കാ. എനിക്ക് കിട്ടി. ചെറിയമ്പ്രാട്ട് തന്നു. ഇന്ന് വിരുന്നവരുണ്ടായിരുന്നു. ആരാ? രണ്ടാളെ. അവര് വലിച്ചിട്ട് ബീഡിക്കുറ്റിയായത്. നല്ല നീളല്ലേ? ചെറിയമ്പ്രാറ്റെ കാണാൻ വന്നാത്രേ. ഓപ്പളെ കാണാനോ? എന്തിനാ ഓപ്പളെ കാണണേ? അതങ്ങനെയല്ലേ, ആദ്യം കാണാൻ വരും. എന്തിനു കാണാൻ വന്നെ? നിനക്കിന്നെന്താ പ്രാന്താ? ഓപ്പോൾ എന്താ എന്നോട് പറയാത്തെ? എന്ത് പറയാത്തെ? വിരുന്നുകാര് വരുന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ അതോ, വിരുന്നുകാരൊക്കെ കൊടുത്തൊക്കെ ഓപ്പോൾ നിനക്ക് എടുത്തു വെച്ചില്ലേ? ഓപ്പോൾ സാരി വെച്ചിയോ അവര് കാണാൻ വന്നപ്പോ? നിനക്ക് പ്രാന്താ? നിങ്ങളൊന്ന് പരിഭ്രമിക്കാതിരിക്കേണ്ട നാരായണിയമ്മേ. എല്ലാം തുറന്നു പറയുന്നതല്ലേ നല്ലത് കുഞ്ഞുനായരെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒച്ചപ്പാട് വേണ്ട, സദ്യം ബഹളമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്കും ചടങ്ങ് മതി. പിന്നെന്ത് വേണം? 20 കൊല്ലം പട്ടാളത്തിലായിരുന്നു. 65 ഉറുപ്പിക പെൻഷൻ വരും. 10 ഏക്കർ ഭൂമി വയനാട്ടിൽ സർക്കാർ വലിച്ചു കൊടുത്തിട്ടുണ്ട്. ഒറ്റയാന്തടി ദാന്ന് പറയുമ്പോഴേക്കും 10 ഏക്കർ കാട് പൊന്നു വിളയണ തോട്ടാവും. ഉള്ള സൗകര്യം വെച്ച് കൂടെ പുറക്കാൻ കഴിയുന്ന ഒരു കുട്ടി വേണം. അത്രേ ഉള്ളൂ ആവശ്യം. ശുദ്ധന. എന്നാലും നാട്ടുകാര് പറഞ്ഞറിയുന്നതിലും ഭേദം നിങ്ങൾ മിണ്ടാണ്ടൊരു ഭാഗത്തിരുന്നാ മതി. ഈ പറയുന്ന നാട്ടുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. ആർക്ക് ഗുണം വരുന്നത് ഇഷ്ടമല്ല, അവനവനൊഴിച്ച്. അവരോടൊന്നും ഞാൻ തൽക്കാലം കൊട്ടിഘോഷിക്കാൻ പോണില്ല. എന്താ, ഞാൻ കൊണ്ടുവന്നു, കൊണ്ടുപോയി. ഇനി ഞാൻ പറയണത് പോലെ ഒക്കെ നടക്കും. ഒന്നും അറിയില്ല എന്റെ ഭഗവാനെ. അറിയണ്ട, വേണ്ട. എന്താന്ന് എനിക്കറിയാം. എന്റെ ഭാര്യയും പെങ്ങളും ഉണ്ടാവും, എന്റെ ആളുകളിൽ ചിലര്. അത് മതി. ബന്ധുക്കളാണോ കുടുംബമാണോ എന്നൊന്നും ചോദ്യം ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. അതുപോലെ. എന്നാലും ഒന്നുമില്ല. തല്ലാനും കൊല്ലാനും ആളുകളെ വിട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് നടന്നപ്പോ അവളുടെ അച്ഛൻ തുണയ്ക്ക് ഒരാളെ വിളിച്ചുള്ളൂ, എന്നെ. ഓർമ്മയുണ്ടോ? കാശിന് ഗതിയില്ലാണ്ട് നടന്നപ്പോ എനിക്ക് അയാളെ സഹായം ഉണ്ടായിട്ടുള്ളൂ. വീട്ടിയാ തീരുന്ന കടമല്ലാതെ ആവുന്നത് ചെയ്യുന്നു മാത്രം.
പറയണ്ട നിന്നോട്. അവനെ ഞാൻ നോക്കിക്കോളാം. ആരുടെയോ ദൈവാധീനം കൊണ്ട് ഒത്തു വന്നതാണ്. എനിക്ക് വയ്യ അമ്മേ. ആട്ടും തൂപ്പും ഞാൻ സഹിച്ചോളാം. ഇനിയും ഒരീസം നീ നല്ല നിലയിലിരുന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ എന്റെ കുട്ടിയെ? ഞാൻ നിന്നെ കുറേയേറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, രാഗിയിട്ടുണ്ട്. എന്റെ മോളെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോവുക. ചിലപ്പോ എന്റെ കണ്ണീര് കണ്ട് ഭഗവാൻ ഒരു വഴി കാട്ടി തന്നതാവും. മോളെ, നീ ഒരു വാക്ക് പറയണ്ട മോളെ. ഞാൻ നിന്റെ പെട്ടതല്ല, വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം.